PSC Ground പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊരു PSC പരീക്ഷയ്ക്കും വരുന്ന ലാബ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ തുടങ്ങിയ ഏതൊരു PSC പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് PSC Ground യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാനും ലാബ് അസിസ്റ്റന്റ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ആർക്കിന് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നോ ലാബ് അസിസ്റ്റന്റ് എന്നോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ 11 സെറ്റുകൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ പൊതുവിജ്ഞാനം, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, കേരള ഭരണം, ഭരണ സംവിധാനം, പ്രീവിയസ് ഇയർ സെറ്റുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഷീറ്റ്, SCRT, സോഷ്യൽ സയൻസ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കുള്ള ടെക്സ്റ്റ് ബുക്ക് വരെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. നമുക്ക് പഠിക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ്. UPSC ചെയർമാനായി ചുമതലയേറ്റത് അജയ് കുമാർ ആണ്. അപ്പൊ നിലവിലെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ ആണ്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സ്റ്റേഷൻ വരുന്നത് സിയാലാണ്. കൊച്ചിയിലെ സിയാലിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സ്റ്റേഷൻ ഒരുങ്ങുന്നത്. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര മേളയുടെ വേദി കൊട്ടാരക്കരയാണ് കേട്ടോ. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര മേളയുടെ വേദി എവിടെയാണ്? കൊട്ടാരക്കരയാണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത്തെ സാഹിത്യ അവാർഡ് ലഭിച്ച അംബികാസുധൻ മങ്ങാടിനാണ്. അപ്പൊ 4ാമത്തെ അവാർഡ് ലഭിച്ച ആർക്കാണ്? അംബികാസുധൻ മങ്ങാടിനാണ്. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സംസ്കൃത പണ്ഡിതൻ രാമഭദ്രാചാര്യരാണ് കേട്ടോ. ആരാണ്? രാമഭദ്രാചാര്യർ. ലഹരി മയക്കത്തിൽ ഉൾപ്പെട്ടവർക്ക് ജീവിതത്തിൽ തിരിച്ചുപിടിക്കാൻ ഹോമിയോ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർജനി. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര വേദി കൊട്ടാരക്കരയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് വരുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലം റോഡാണ്. കേരളത്തിൽ 3ാമത്തെ ഡ്രോൺ പരിശീലന കേന്ദ്രം വരുന്നത് തൃശൂർ ജില്ലയിലാണ്. അപ്പൊ 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സംസ്കൃത പണ്ഡിതൻ രാമഭദ്രാചാര്യരാണ്. ലഹരി മയക്കത്തിൽ ഉൾപ്പെട്ടവർക്ക് പുതിയൊരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി ഹോമിയോ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി പുനർജനിയാണ്. 6ാമത് രാജ്യാന്തര ചലച്ചിത്ര വേദി കൊട്ടാരക്കരയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് വരുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലം റോഡാണ്. കേരളത്തിലെ 3ാമത്തെ ഡ്രോൺ പരിശീലന കേന്ദ്രം വരുന്നത് തൃശൂരാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഈ അടുത്തിടെ ചുമതലയേറ്റ വ്യക്തിയാണ് പ്രദീപ് കുമാർ. മാധവിക്കുട്ടി പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. ചരിത്ര പ്രസിദ്ധമായ നഗരമായിട്ടുള്ള ഗയയുടെ പുതിയ പേര് ഗയ ജി എന്നാണ്. വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയാൻ ഗൂഗിൾ നിർമ്മിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ലാംഗ്വേജ് മോഡൽ ആണ് നാനോ എന്ന് പറയുന്നത്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഈയിടെ അടുത്ത് ചുമതലയേറ്റ വ്യക്തി പ്രദീപ് കുമാർ ആണ്. മാധവിക്കുട്ടി പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. പ്രശസ്തമായിട്ടുള്ള നഗരമായി ഗയയുടെ പുതിയ പേര് ഗയാജി എന്നാണ്. വ്യാജ വാർത്തകളും സൈബർ ആക്രമണവും തടയാൻ ഗൂഗിൾ നിർമ്മിച്ച നിർമ്മിത ബുദ്ധി നാനോയാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി. ഡൗൺ സിൻഡ്രം ബാധിതർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും വഴി തെറ്റിയാൽ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ഇലക്ട്രിക് ഉപകരണമാണ് കവച് എന്ന് പറയുന്നത്. സൗജന്യ ഫാറ്റ് ലിവർ ക്ലിനിക്കുകൾ നിലവിൽ വരാൻ പോകുന്ന കേരളത്തിലെ ജില്ലകൾ തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം. മെയ് 21 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എത്രാമത് ചരമദിനമാണ്? എത്രാമത്തെ ചരമദിനമാണ്? ഈ 35ാം ചരമദിനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണലായി നിയമിതനായ വ്യക്തി സോമൻ. മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള അൻസ്റ്റി ഇന്റർനാഷണൽ വിലക്കേർപ്പെടുത്തിയ രാജ്യം റഷ്യയാണ് കേട്ടോ. അപ്പോൾ ഓട്ടിസം, ഡൗൺ സിൻഡ്രം ബാധിച്ചവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ വഴിതെറ്റി തിരിച്ചെത്തിക്കാൻ ഇലക്ട്രിക് ഉപകരണം കവചാണ്. സൗജന്യ ഫാറ്റ് ലിവർ ക്ലിനിക്കുകൾ കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന 3 ജില്ലകൾ തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറമാണ്. മെയ് 21 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം ചരമദിനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ട്രിബ്യൂണലായി നിയമിതനായ വ്യക്തി സോമനാണ്. മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള അൻസ്റ്റി ഇന്റർനാഷണൽ വിലക്കേർപ്പെടുത്തിയ രാജ്യം റഷ്യയാണ്. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കേരളത്തിലെ പോർട്ട് കൊല്ലമാണ് കേട്ടോ. ഏതാണ്? കൊല്ലമാണ്. ഇനി പ്രാചീന മാർഗത്തിലൂടെ വിഖ്യാത വിശുദ്ധമായ ചരക മുനിയുടെയും സുശ്രുത മുനിയുടെയും വെങ്കല പ്രതിമ സ്ഥാപിക്കാനുള്ള രാജ്ഭവനം ഒരുങ്ങുന്നത് ഗോവയിലാണ്. നഗരങ്ങൾ ഹരിതാഭമാക്കാൻ കുടുംബശ്രീയുടെ പുതിയ പദ്ധതിയാണ് വിമൺ ഫോർ ട്രീ എന്ന് പറയുന്നത്. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിനാണ് ഹിൽകോൾ. അപ്പോ സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ പോർട്ട് കൊല്ലമാണ്. പ്രാചീന മാർഗത്തിലൂടെ
വിഖ്യാത വിശുദ്ധമായ ചരം മുനിയുടെയും ശശ്രുത മുനിയുടെയും വെങ്കല പ്രതിമ സ്ഥാപിക്കാൻ രാജ്ഭവൻ ഒരുങ്ങുന്നത് ഗോവയിലാണ്. നഗരങ്ങൾ ഹരിതാഭമാക്കാൻ കുടുംബശ്രീ പദ്ധതിയുടെ വിമൻ ഫോർ ട്രീ എന്ന പദ്ധതി വരുന്നു. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ ആണ് ഹിൽകോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് PSC നടത്തിയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ചോദ്യ പരീക്ഷകൾ, ആ പരീക്ഷകളുടെ ചോദിച്ചിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ PSC പരീക്ഷ 1-2 പരീക്ഷകൾ ഉണ്ടായിരുന്നു. ഈ പരീക്ഷകളിൽ PSC ചോദിച്ചിട്ടുള്ള ഈ കറണ്ട് അഫേഴ്സ് മേഖലയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾക്കും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച ശരിയായ വാക്യങ്ങൾ തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള വാക്യങ്ങൾ എന്ന് നോക്കിയാലോ. എല്ലാ വർഷവും ഓഗസ്റ്റ് 25 ആചരിച്ചു വരുന്നു. ചന്ദ്രന് തൊടുമ്പോൾ ജീവിതങ്ങൾ സ്മരിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നത് ദേശീയ ബഹിരാകാശ ദിനം 2025 പ്രതിപാദമാണ്. അതുപോലെ തന്നെ എന്താണ്, ഇത് ചന്ദ്ര വിക്ഷേപമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയതാണ്. ഇത് ചൊവ്വ ഭ്രമണപഥത്തിൽ വിജയസൂചകമായി ആചാരമാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് പൗരന്മാർക്കിടെ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്ന വാക്യങ്ങൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം അതുപോലെ തന്നെ 4ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്താണ്, അല്ലെ? നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് നടപ്പിലാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? എന്താണ്? ഓപ്ഷൻ ഡി E-Cube ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമൻ ആണ്, അല്ലെ? അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. ചൈന. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഒളിമ്പിക്സ് അധ്യക്ഷൻ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി സുനിൽ കുമാർ ആണ് കേട്ടോ. വി സുനിൽ കുമാർ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ആണ്. നിർമ്മല സീതാരാമൻ. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിനങ്ങൾ 608 ആണ്. എന്നാൽ 670 ദിവസം ബഹിരാകാശ ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെഗി വിറ്റ്സൺ ആണ്. ഓപ്ഷൻ ബി പെഗി വിറ്റ്സൺ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാർ ആണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി സുനിൽകുമാർ ആണ്. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ഹർണിഹട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിൽ കാണപ്പെടുന്നു? ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? മേഘാലയ ആണ് കേട്ടോ. മേഘാലയ. അടുത്തത്, 3ാം മോഡി ഗവൺമെന്റ് രൂപീകരിച്ച 8ാം ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? പാർലമെന്ററി കാര്യസമിതിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഏത്? ഉത്തരാഖണ്ഡ്. ഏതാണ്? ഉത്തരാഖണ്ഡ്. മരണാനന്തര ബഹുമതിയായ 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? MD വാസുദേവൻ നായർ ആണ് കേട്ടോ. MD വാസുദേവൻ നായർ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന PSC പരീക്ഷയിലെ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളുമാണ് നോക്കിപ്പോയത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ ലാബ് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.